നമസ്കാരം, മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് വറുത്ത അരിപ്പൊടിയുണ്ട്. സ്പോഞ്ച് പോലത്തെ ദോശ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ? ഇതിനു വേണ്ടി ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേ ഗ്ലാസ്സിന് തന്നെ 1/4 ഗ്ലാസ് അവലും 1/4 ഗ്ലാസ് തേങ്ങയും 1/4 ഗ്ലാസ് തൈരും വേണം. പിന്നെ നമുക്ക് ഈനോയും ഉപ്പും വെള്ളവും വേണം. ഈനോ എന്ന് പറയുന്നത് ഫ്രൂട്ട് സോൾട്ടാണ്. ഇത് നമ്മൾ അസിഡിറ്റി ഒക്കെ വരുമ്പോൾ വെള്ളത്തിൽ കലക്കി കുടിക്കുന്നതാണ്. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് അരിപ്പൊടി ഇടാം, തേങ്ങ ഇടാം, അവലിടാം. അവൽ കനം കുറഞ്ഞ അവലാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം. ഇനിയിപ്പോൾ കട്ടി കൂടിയ അവലാണെന്നുണ്ടെങ്കിൽ 5-10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇനി തൈര് ഒഴിക്കാം, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് അരയാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ഇനി ഈനോ ഇടാം. 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ഈനോ ആകാം. ഈനോ ഇട്ട് കഴിയുമ്പോഴേക്ക് ഇത് നന്നായിട്ടങ്ങ് പതഞ്ഞു പൊങ്ങും. 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കണേ. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ചൂടായ പാനിലേക്ക് ഒഴിക്കാം. തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. ഇപ്പം നിറച്ച് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 30-40 സെക്കൻഡ് ആകുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും. നമുക്കിനി ഇത് പാനിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ ഈനോയ്ക്ക് വരെ നമുക്ക് ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ചും ഈ ദോശ ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പം അരി ഉഴുന്നൊക്കെ വെള്ളത്തിടാൻ മറന്നുപോയെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. ഇപ്പോൾ രാത്രിയിലാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണിത്. ഇതിനു വേണ്ടി ഒരു ചമ്മന്തിയും കൂടെ തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം സവോള ഇടാം, ഒരിച്ചിരി ഇഞ്ചിയും കൂടി ഇടുവാണ്, കറിവേപ്പില ഇടാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം, നമ്മുടെ എരിവനുസരിച്ച് മുളക് പൊടി ഇടാം. ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് മിക്സിയിലിട്ടതൊന്ന് കറക്കിയെടുക്കാം. അധികം അരഞ്ഞു പോകണ്ട. ഈ ദോശയുടെ കൂടി ഇത് നല്ല ടേസ്റ്റാണ്. ഇതിപ്പം ബേക്കിംഗ് പൗഡർ കൊണ്ടുണ്ടാക്കിയ ദോശയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.